ഇങ്ങനെ നമ്മൾ മുക്കുന്നു. അയ്യാ ഈ സാധനം അറിയാ ഇതല്ലേ ചുവപ്പ് സാധനം കേട്ടോ. അപ്പുറത്ത് വീടൊക്കെ കത്തോളാം പൊടിയൊക്കെ പറഞ്ഞു പോയാ. ഹലോ ഗായ്സ്, അങ്ങനെ സ്ട്രൈക്ക് ഡേ 7 എത്രയൊക്കെ ആയിടായി. അപ്പം എന്താ നമ്മൾ ഇന്നലെ, അതായത് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ട സാധനം അൺബോക്സ് ചെയ്തില്ലേ, അത് വെച്ച് ചുടാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ ഗായ്സ്. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഉള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ. ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസ് ഓഫീസറോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ എൻട്രൻസ് എത്തി. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ തിരക്ക് കണ്ടോ? തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക്. നമുക്കിനിയും ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. ഓക്കെ, ഈ ചെറിയ വണ്ടി മതി ഗൈസ്. കുറച്ച് വെളിച്ചെണ്ണ, നല്ലെണ്ണ, മാങ്ങയൊക്കെ മേടിക്കണം അച്ചാറിടാനായിട്ടുള്ള. യെസ്, നീയാണ് ഇന്നത്തെ പോൾ വാക്കർ. കമോൺ. നമുക്ക് അച്ചാറിടാനായിട്ട് ചെറിയ നല്ലെണ്ണയാണ് വേണ്ടത്. ഇതെടുക്കാം, കുഴപ്പമില്ല. വീട്ടിൽ എന്തായാലും ആവശ്യം വരും. എന്തായാലും അച്ചാറിടണ്ടേ. അതുപോലെ തന്നെ 1 കിലോ വെളിച്ചെണ്ണ വേണം. അതിന് ഇവിടെ ഇത് സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ 500 ml ഇതാ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. തറയെ വീഴാൻ കണക്കിനാണ് ഇരിക്കുന്നത്. വിനീഗർ നമുക്ക് 50-ൻ്റെത് വാങ്ങിക്കാം. ഇച്ചിരി നല്ലതാണെന്ന് തോന്നുന്നു. 29 രൂപയിലത് കൊണ്ട് അത് വേണ്ട, ഇതിപ്പോൾ ഇരിക്കട്ടെ. ഓക്കെ, വെളുത്തുള്ളി പേസ്റ്റ് ഇരിക്കുന്നുണ്ട്, അത് വേണ്ടല്ലേ? വെളുത്തുള്ളി തന്നെ വാങ്ങിക്കാം അല്ലേ? വീട്ടിൽ വിളിച്ച് ചോദിച്ചു നോക്കാം. ഇവിടെ ചോദിച്ചപ്പോൾ അവർ ചീത്ത വിളിച്ചില്ലെന്നേ ഉള്ളൂ. ഇതിലൊക്കെ അവരെന്തെങ്കിലും ചേർക്കുമായിരിക്കും എന്തോ. ഐ ഡോണ്ട് നോ ഗൈസ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും നമുക്ക് നോർമൽ സാധാരണ നമ്മൾ അരയ്ക്കണത് തന്നെ മതി. നമുക്ക് ഇവിടെ നിന്നാണ് മീറ്റ് മേടിക്കാനുള്ളത്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ബാക്കി സാധനം കൂടെ ഒന്ന് മേടിച്ചോട്ടെ. വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കട്ട് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഇഞ്ചി മേടിക്കാം, മാങ്ങ മേടിക്കാം. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഇഞ്ചി എടുക്കാം. ചക്കക്കുരു ഉണ്ട്, ചക്കക്കുരു അവിച്ച് വിടാം. ധർമ്മേന്ദ്ര എന്താ ഇന്ന് കഴിച്ചത്? പൊട്ടറ്റയും ചക്കക്കുരുവും. അപ്പം മാറിക്കിടക്കാം. വെളുത്തുള്ളി നല്ല വലുത് നോക്കി എടുത്തിട്ടുണ്ട്. 3 എണ്ണം ഉണ്ട്. മതിയാ, 2 എണ്ണം കൂടെ ഇതൂടെ ഇടാം. താഴെ പോയിടാം. നന്മയുള്ള ലോകമേ. മാങ്ങ കിലോ 100 രൂപ കേട്ടോ. ഇത് അച്ചാറിടാൻ വലിയ ഗുണമില്ല കൈസ്. എല്ലാം നല്ല പഴുത്തിരിക്കണ സാധനം കേട്ടോ. പിതുങ്ങണം. അപ്പോൾ ഇത് അച്ചാറിട്ടിട്ട് കാര്യമില്ല. ഇത് കൊണ്ടുപോയി അവർ തലയിലെടുത്തിറങ്ങി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വാങ്ങിക്കാം. നമ്മളെ ചന്തയിൽ നോക്കിയാൽ, നെടുമങ്ങാടി ചന്തയിൽ നോക്കിയാൽ പോൾ വാക്കർ. മീറ്റ് വാങ്ങിക്കണം. മീറ്റ് വാങ്ങിക്കാൻ പോവാം. ബട്ടർ എടുത്തിട്ട് മീറ്റ് വാങ്ങിക്കാൻ പോകാം. അങ്ങനെ ബട്ടറിൻ്റെ സെക്ഷൻ എത്തി. ഒരു കണക്കിന് ബട്ടറുകൾ ഇരിക്കണം ഗൈസ്. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. നമുക്ക് ചെറുത് മതി. കാരണം ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ തേച്ച്, മസാലയിലെ മണ്ടയിൽ കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ ചുട്ട് വരുമ്പോൾ അതൊക്കെ പൊട്ടിച്ച് തിന്നു വെച്ചേക്കാണ്. കായ് ഗൈസ്. ബട്ടർ എടുത്തിട്ടുണ്ട്. 58 രൂപ. ഓക്കെ, നൈസ്. കുറേ സാലഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് മയണൈസ് മേടിച്ചു. നമ്മൾ ചീസി മയണൈസ് മേടിച്ചു. 100 ഗ്രാം സെറ്റാണ് കേട്ടോ. 35 രൂപയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ചുട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ചുടാനില്ല, കച്ചവടം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നമുക്ക് വീറ്റിൻ്റെ ഉണ്ട്, മൈദയുടെ ഉണ്ട്. മൈദയുടെ വാങ്ങിക്കാം അല്ലേ? 2 കുബൂസ് കൂടി എടുത്തിട്ടുണ്ട് ഗൈസ്, 10 എണ്ണം. ഓക്കെ, നമ്മൾ ചിക്കൻ്റെ സെക്ഷനിലെത്തി ഗൈസ്. ഇതിനകത്താണ് ചിക്കനും മീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ടെന്ന് പൊരിച്ച് തിന്നാം. നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കനും മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഫിഷൊക്കെ കണ്ടോ? സെറ്റ് സാധനങ്ങളുണ്ട് ഇവിടെ. ഇതുപോലത്തെ ഒരു സാധനത്തിന് അൺബോക്സിംഗ് ആണ് നിങ്ങൾ ഇന്നലെ കണ്ടത്. ഇത്രയൊന്നും ഇല്ലടേ, അത് ചെറുത് ലൈറ്റ് നമ്മൾ ഗൈസ്. നമ്മൾ ആ ഒരു പച്ച മസാല ഇട്ടതും ഒരു ചുവപ്പ് മസാല ഇട്ടതും വാങ്ങിക്കാനാണ് പ്ലാൻ ചെയ്യണത്. ഒരു ഫുൾ ചുവപ്പ് മസാല ഇട്ടതും പച്ച ഹാഫും. നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ 1.5 കോഴി ധാരാളം ഹെയാണ്. അതാണ് നമ്മളെ പ്ലാൻ കേട്ടോ. ഇത്രയും സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മൾ പ്ലാനിൽ മാറ്റം വരുത്തി. ഫുൾ കോഴി വാങ്ങിക്കാതെ ഇത് സ്പൈസി ചിക്കൻ ഉണ്ടല്ലോ, ഈ സ്പൈസി ചിക്കൻ ബോണിന്ന് പറഞ്ഞ 1 കിലോയും വാങ്ങിച്ച് ആ ഒരു പെരി പെപ്പർ ഉണ്ടല്ലോ, ആ പെപ്പർ തൂയിരിക്കണത് നമ്മൾ ഹാഫ് കൂടെ വാങ്ങിക്കാം. അപ്പം സെറ്റായിരിക്കും. അപ്പോൾ അതെടുക്കാം. $150 ഗ്രാം എടുത്ത് ഗൈസ്. കൊള്ളാം. ഇതിപ്പോൾ നമ്മൾ 2 പീസ് വാങ്ങിക്കാൻ വന്നിട്ട് ഇപ്പോൾ കുറേ ആയി ഗൈസ്. ഇപ്പോൾ എന്താ കാട കൊക്ക് അതുപോലെ ഈ ഇതും കൂടെ എടുത്തോ. ഈ ഗ്രീൻ അത് ഹാഫ് എടുത്തോ, ക്വാർട്ടറാക്കി തന്നാൽ മതി. 2 പീസാക്കി തന്നാൽ മതി. ഇതാണ് നമ്മുടെ ആ ഒരു സാധനം. ഇത് കൊള്ളാം കേട്ടോ. ഇച്ചിരി നല്ല സ്പൈസി ആയിരിക്കും. എന്തായാലും കൊള്ളാം. തൈസ് പീസാണ് കേട്ടോ ഇത് പറഞ്ഞത്.
അകത്ത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് തരൂല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമുക്കത് ഫുള്ള് വേണം, നമുക്ക് കട്ട് ചെയ്ത് തന്നാൽ കൊണ്ടുപോയി എളുപ്പമായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവസാനം ഒരു ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെയ്തു തന്ന്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് അറിഞ്ഞൂടെ, അതൊരു ഒരു ഊള പരിപാടിയായി പോയത്. അത് ചെയ്തു തരേണ്ട അവരുടെ കടമയില്ലേ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. അങ്ങനെ 2 പെട്ടിയിലാക്കി തന്നിട്ടുണ്ട്. ഇത് ഒറ്റ വലിയ പെട്ടിയിലാക്കി തന്നാൽ നമ്മൾ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞത്. പക്ഷേ അവർ ചെയ്തു തന്ന്. താങ്ക്സ് ടു ദാറ്റ് ചേട്ടൻ അവിടെ നിന്ന്. എന്തായാലും കൊള്ളാം. നമുക്കിനി അടുത്ത് ബില്ല് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. 100 ഗ്രാം ഡ്രൈഡ് പ്ലം കൂടെ ഞാൻ വാങ്ങിക്കണം. ഞാനിത് സാധാരണ പോത്തീസിൽ നിന്നാണ് വാങ്ങിക്കണത്. ഇവിടെ നിന്ന് വാങ്ങിക്കാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കിട്ടാനില്ല. ഇപ്പോഴിതാ വന്നിട്ടുണ്ട്. ഇവിടെ ചുവപ്പ് കളറാണ് എപ്പോഴും പറഞ്ഞത്, ബ്ലാക്ക് വന്നുകൊണ്ട് വാങ്ങിച്ചതാണ്. സെറ്റ്. ആവശ്യമുള്ള സാധനങ്ങളായി. നമുക്കിനി ഇത് ബില്ല് ചെയ്യാം ഗൈസ്. അപ്പം 10 സാധനത്തിനകത്തേ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഫാസ്റ്റ് കൗണ്ടറിൽ നിൽക്കുക, എക്സ്പ്രസ്സിൽ. പക്ഷേ ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്. കുട്ടിക്ക് മെനു ഉണ്ട് ഗൈസ് എന്ന് പറഞ്ഞ പോലെ. 929 രൂപ. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. നമ്മളിനി നേരെ ചുടലിലോട്ട് പോട്ടെ ഗൈസ്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. ലുലുവിൽ വരുന്നവർക്ക് വേണ്ടിയുള്ള ടിപ്പാണ്. വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ നിന്ന് 2 കവർ എക്സ്ട്രാ എടുത്താൽ നിങ്ങളുടെ സാധനങ്ങൾ കുറച്ചൊക്കെ ഉള്ളുവെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് കവർ വാങ്ങിക്കേണ്ടി വരും. എപ്പടി ഐഡിയ. മുകളിൽ ടെറസിൻ്റെ മണ്ടയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാ ഷവായി പെട്ടി എല്ലാം സെറ്റപ്പ് പോയിട്ട് ആൾക്കാർ എന്താണ് എൻ്റെ കണ്ണാടി ഇവിടെ. ഈ ലൈറ്റൊക്കെ നമ്മൾ ഇവിടെ ടെറസിനെ കൊണ്ട് സെറ്റ് ചെയ്യണം ഗൈസ്. 6 കാറും 12 ഡോറും ഇതൊക്കെ ബോറാവോ. കറണ്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ എടാ സ്വിച്ച് നേരെ ഇടറാ. യെസ് ഗൈസ്, നമ്മൾ ഇതാ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി. ഇത്രയും വെട്ടമുണ്ട്. 20 വാട്ട് ആയതുകൊണ്ടാണ്. അടിച്ച് പൊയ്യാടെ. ചാർക്കോള പൊട്ടി വീണ് ഫുള്ള് കേട്ടല്ലേ. ഈട് ഗൈസ് ഒന്ന് കത്തിച്ചിട്ട് വരട്ടെ, കാരണം കുറച്ച് സമയം എടുക്കും. കത്തി തുടങ്ങി ഗൈസ്. നല്ല പ്ലച്ചന ഇങ്ങനെ ഓലയൊക്കെ എടുത്തുണ്ടോ കുഴപ്പമില്ല, എല്ലാം കൂടെ ഇട്ട് കത്തിക്കും. ആ ലൈറ്റിന് അവിടെ നിന്ന് മാറ്റായിരുന്നല്ലേ. അല്ല ചൂട്. എന്തിനടേ ഗണപതി പോവോ. നീ ഇത് വേണ്ട, മതി. അവനെ പിടിച്ചോണ്ട് ഇവിടെ ഇരുത്തിയാലേ എപ്പോൾ അറിയും നോക്കാം. അവന് നല്ല വീശാണല്ലേ. എൻ്റെ സ്റ്റാമിന ഉണ്ട് കാണിക്കണ. തെറ്റിത്തിരി കൈ മാത്രം അനങ്ങുള്ളൂ. കിണ്ടിക്കൊറ കമ്പോച്ച്. ഇവൻ കിണ്ടാൻ എടുക്കാനാണ്. കുനിയൊന്ന് കടിക്കല്ലേ. തീട്ടല്ല തീട്ട. അപ്പുറത്ത് വീടാ കത്തോടൊക്കെ പറഞ്ഞു. ഇതാണ് കനല് വേല. ഇത് ചിരിച്ചാണ്. അകത്തോട്ട് കയറി ഇരുന്ന ആ കൈ കൊണ്ടെടുത്തിട. അതിന് കൈ കൊണ്ടെടുത്തിട. നീ അഗ്നി കാവടി കാണില്ല. ശൂരം വയ്ക്കാം. അഗ്നി കാവടിയ അഗ്നിദേശ് പാലക്കാട്. മതി ഇന്നില്ലല്ലേ. സെറ്റായ സക്സസ്ഫുള്ളി നമ്മൾ അങ്ങനെ കനൽ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കനൽ. അതായത് കനൽ വേലായതായി ഭയങ്കര വീശൊക്കെ തന്നെ. ഓ എന്നാ അപ്പോൾ നമുക്കിനി ചിക്കൻ എടുത്തിട്ട് ചൂടാനിടാം. ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച് ഇനി നമുക്കൊരു ബ്രഷ് ഉണ്ടാക്കണം. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇല അങ്ങ് വെട്ടാം. നമ്മളെ ബട്ടർ മെൽറ്റാക്കാനുള്ള സ്പൂണ് നമ്മൾ ഗ്ലാസ് നമ്മളെ ഇതെന്തരടാ ഇതിനെ പറയണേ, ബ്രഷ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ വാഴയുടെ ഒരു തട, വാഴയുടെ ഒരു ഇലയുടെ ഒരു പക്ഷേ പീസ് സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മളിതാ എടുക്കുന്നു. സിമ്പിളാണ്. നമ്മൾ ബസ് കാട്ട് നിൽക്കണ്ട, തിരക്കണ്ട. നല്ല ചൂടുണ്ട് കേട്ടോ. അന്തരം എൻ്റെ ഇടയിൽ കൂടെ നീ കിടന്ന് മരിച്ചതല്ലേ ഇട. ഇപ്പം നിനക്ക് വേണ്ട ഇട ഒന്നും. അത് ഒന്ന് ഞാനകത്തൂടെ നീ പേടിക്കാതെ മാറി കടല് തിന്നു. ഇല്ല അതിനകത്തൊന്നും പോകുന്നില്ല. ഇതിപ്പോ ഒറ്റ സെറ്റിൽ തന്നെ എടുക്കുന്നത് കേട്ടോ.
4 5 അമ്മച്ചി ഇന്ത 6 7 പീസ് ചിക്കൻ. ഗൈസ് നമ്മുടെ ബട്ടർ കണ്ട മെൽറ്റായി. അടാ ക്യാമറ അങ്ങ് കൊണ്ടുവരല്ലേ, അവിടെ നിന്ന് സൂം ചെയ്ത ബട്ടർ മെൽറ്റായി, നല്ല മെൽറ്റായി. എന്നിട്ട് പോവാതിരിക്കണാണ് പെട്ടെന്നാവട്ടെ തിന്നിട്ട് അങ്ങ് പോണോ. ഇപ്പൊ നമ്മളങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് മറിച്ചിടുകയാണ്. മറിച്ചിട്ടിട്ട് നമ്മൾ അതിൽ ബട്ടർ തേച്ച് കൊടുക്കും. ഒരു സെറ്റ് ബട്ടർ അരവിന്ദിന്റെ മണ്ടേ പോയി. അടുത്ത സെറ്റ് ബട്ടർ എടാ ഞാൻ മാത്രമേ ഉള്ളൂ. എടാ വാറൊക്കെ ഉണ്ടോ? തിന്നല്ലേ വാറൊക്കെ ഉള്ളു. റാറ്റ് പറയാനേ വാറൊക്കെ ഉള്ളു. അവന്റെ മോൻ കാണിച്ചോളൂ. റാറ്റ് പറയാൻ ചെല്ലക്കുട്ടിയാണ്. നമ്മളെ ബ്രഷ് തന്നെ ഹൈലൈറ്റ് ഇത് കടയിലാണെങ്കിൽ 60 രൂപ മേടിക്കും. നമ്മളിതാ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ നല്ല കിടിലം ജ്യൂസിയാണ്, ടെൻഡറാണ്. അപ്പൊ ടിൻഡർ എന്ന് കേട്ടിരുന്നെങ്കിൽ അവൻ ചാടിയാണ്. നീ എന്തിനാ ആണോ പെണ്ണാ നോക്കണത്? ഇങ്ങനെ മണം നോക്കണം, മണം നോക്കിയാണ്. പൊളി പൊളി. ഇന്നേക്കൊരു പൊടി എല്ലാരും വാങ്ങ. എല്ലാരും വേണ്ട ഇനി കേട്ട ആരെങ്കിലും വന്നാൽ ഇവിടെ ഇല്ല. ഇനി നമുക്ക് അടുത്തതാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സാധനമാണ് നമ്മൾ പൊളിക്കാൻ പോണത്. ഈ സാധനം പെപ്പർ സാധനമാണ്. അയ്യോ അയ്യോ കമ്പിക്ക് നോക്കും. ഇവനാണ് നമ്മളെ കൂട്ടത്തിലെ ക്യൂട്ട് വാവയല്ലേ? ക്യൂട്ട് വാവ, ക്യൂട്ട് കണ്ണാത്തി വാവ. ഓ നിന്നല്ലടാ, നീ അങ്ങനെയാണ്. ഇവ ഇന്ന് തേച്ചിട്ട് നമ്മളിന്ന് കോഴി ചുട്ട്. ഓ ആ പെപ്പറിന്റെ മണം. പക്ഷെ ഇത് ലാഭമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുറച്ച് ലാഭം ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഹാഫ്. ഫുള്ളായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത്ര നിന്നേനെ, ഹാഫ് ഇവിടെ നൂത്തി ഇങ്ങനെ വെക്കായിരുന്നു. നീ എന്തിനാ ഇതിന്റെ പണ്ടേക്കണ? ഇവ എന്തിനു കാണിക്കണ? ഇവന് പ്രാന്തായി കേട്ടോ. ഇവന് ബൂം ബാങ്കിന്റെ പ്രാന്തായി ഗൈസ്. ഇവന് ബൂം ബാങ്കിന്റെ പ്രാന്തി. നമുക്ക് ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുബൂസ് ഇവിടെ ഒന്ന് ചുട്ടെടുക്കാം. ഇതിനകത്ത് ഒരു 5 എണ്ണം ഉണ്ട്, മറ്റേലൊരു 5 എണ്ണം ഉണ്ട്. ഇവിടേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്കൊന്ന് കളയാം. നീ എന്തിനാണ് വാവ് കായ് 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 അന്തരി. ഓ മസാല തേച്ച് മറ്റേ ഏതോ റീലില് കണ്ടില്ലേ, ഷവായില മസാല മുക്കിയിട്ട്. ഇതെന്തിനാ ഇങ്ങനെ പൊങ്ങിയിരിക്കണ? എടാ എന്താടാ അതെന്തിരിക്കണമേ? ഓ എന്തിനൊക്കെ ചെയ്യണം. എടാ ഇത് സെറ്റ് സാധനം കേട്ടോ. പച്ച 340 അമ്മനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കും. വെന്ത് ചെറിയൊരു ഇതും കൂടെ വേണം. ചെറിയൊരു ചൂട് കിട്ടും. ഇത് ടെമ്പറേച്ചർ നോക്കാനുള്ള സാധനമാണ് ഗൈസ്. 85 ഡിഗ്രി കുഴപ്പമില്ല. ഇവക്ക് ബൂം ബാഗിലാണ്. ഞാനൊരു കമന്റ് എന്തുണ്ടാ കോഴിയൊക്കെ ചുടുന്നത് പച്ചക്ക് ഞാൻ പറയും. എടാ ഇതില് നോക്കുമ്പോഴേ ഇവൻ തറയെന്ന് എന്തിനൊക്കെ കോരി എടുത്ത് മാത്രമില്ല. എന്തിനു കിട്ടിയാലും തേക്കൂടെ കനൽ വെച്ച് പൊതിഞ്ഞു കൊടുത്താല് ഷവർമയെന്ന് പറഞ്ഞ് കനൽ ബാ എന്ന് പറഞ്ഞു കൊടുക്കാം. അടുപ്പിൽ ആസനത്തിൽ തന്നെ വെട്ടി വെട്ടി. ഇത് ഗാർലിക് അല്ലേ? ഗാർലിക് ബ്രെഡാണ് കഴിച്ചത്. ഗാർലിക് ബസ്. കോഴി സൂപ്പിക്കുന്നത് കോഴി എടാ ചത്തടാ അത്. നീ പയ്യ എന്റെ വീടിന്റെ ഫ്രണ്ട് ആംബുലൻസ് വന്നിരിക്കുകയാണ്. എന്റെ അച്ഛൻ മരിച്ചുപോയി. കോഴിയുടെ കാലിന് മസാജ് കിട്ടിയില്ല. അവിടെ പോയി തടവി കൊടുക്കും.
നീ ആ കണ്ണിലേക്ക് അറിയും അപ്പം എനിക്ക് മനസ്സിലാവും. ആ കുബൂസ് പൊട്ട് മിണ്ടി പോരുത്. ചായ കുടിക്കാൻ പോയാ ചായക്കട തുടങ്ങാം, ഹോട്ടലിൽ ചവായി തിന്നാൻ പോയാ ഹോട്ടലിൽ തുടങ്ങാം. കടലിൽ പോയി കടപ്പുറം വാങ്ങിക്കാന്ന് പറയും. നമ്മളെ കടലുണ്ട്, മസാജ് ചെയ്യാറുണ്ട്, പിന്നെ വറുത്ത ഇനി എന്തൊരു വേണം, ഫാനുണ്ട്. ലക്ഷറി ലൈഫ് ചെയ്യാനാണ് നിങ്ങൾക്ക് സത്യം. ഗൈസ്, നമ്മള് പുതിയൊരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങാനൊരു പ്ലാൻ ഉണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു സെറ്റപ്പിലാണ് വെറൈറ്റി വരാൻ പോകുന്നത്. പോഡ്കാസ്റ്റ് വേറെ ആൾക്കാർ വലുതായിട്ടൊന്നുമില്ല, ഒരു 4 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഞാനും നെയ്യം ബാബ്സ് ഉണ്ട്. ദിസ് ഈസ് അവർ ബാബ്സ്. ക്യാമറ സ്വിച്ച് ടു ബാബ്സ് ഫേസ്. ദിസ് ഈസ് ബാബ്സ് ഫേസ് ആൻഡ് ക്യാമറമാൻ ഓൾസോ കാണും. കാരണം നമ്മുടെ ഒരു വിഷയം ഒക്കെ നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഒരു സാധനം വേണം. അപ്പോൾ നിങ്ങളതിൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഗൈസ്. പക്ഷേ അങ്ങനെ 10 കുബൂസ് എടുത്തിട്ടുണ്ട്. നമ്മൾ 1, 2, 3, 4, 5 വരെ ഉള്ളൂ. ആൾക്ക് 2 എണ്ണം വെച്ചിട്ട് മതിയാവും. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടിയിലോട്ട് പോകാം. ഇതൊക്കെ പറക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇന്ന് കഴിക്കുന്നതാണ് ബാബ്സ് എന്ന് വിളിക്കണ അമുക്കിയാടാ. ഇന്നൊരു പീസ് ഒരെണ്ണത്തിനാകും കൊണ്ട് ഞാൻ എണ്ണി വെച്ചിരുന്നു. 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. ഇങ്ങ ഇത് കാണിച്ചു കൊടുക്കാം. മതി ഇനി വീശോണ്ടാ. അപ്പോൾ നമ്മൾ എല്ലാം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്ത് ബട്ടർ വെച്ച് എടുത്തിട്ടുണ്ട്. ഗൈസ്, ഇന്ന് കഴിക്കാൻ പോവുകയാണ്. നമ്മളുടെ പീസുകളെല്ലാം ഇങ്ങനെ വാരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതിന് കൈ ഇങ്ങനെ ആക്കണം. എടുത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ കൈ ഇങ്ങനെ ഇത് എടുത്തിട്ടുണ്ട്. എടാ കുടുംബി, കൊറേ നേരം ഇരുന്ന് ലാസ്റ്റ് പീസായത്. അളിയാ നാരങ്ങ എടുത്തൊരു പോയി വഴി. അപ്പൊ നാരങ്ങയും പിഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ ഇരിക്കണ വാള ഗൈസ്. ഇത് നമ്മുടെ മച്ചോണീസ് ആണ് ഗൈസ്. മച്ചോണീസ് ഇരുന്നോ, വളഞ്ഞിരുന്നോ. ചീസി മയണൈസ്. വരൂ, വാ. എടാ അത് അടച്ചിട്ട് നീ അതിന്റെ മണ്ടയിരുന്നോ? ഇങ്ങോട്ടോ, ഇവിടെ ഇരി. കോൺ അതവിടെ വെച്ചോ. അതവിടെ ഇരിക്കട്ടെ. ഇതാ വാ ആ ഇലയൊക്കെ എടുത്തിട്ട് കോളയും കൂടെ എടുത്തോ ഗൈസ്. അപ്പൊ നമ്മള് ഓരോന്ന് ഒഴിച്ചിട്ടിരി. അമ്മയ്ക്ക് വലുത് തന്നെ ഓട്. നമ്മളിവിടെ ചില്ല മണം നോക്കളിയാ. ശ്രദ്ധീഷേ ടേസ്റ്റ് ഇരി അമ്മ, ഇവിടെ ഇരി. സെറ്റല്ലേ? പച്ചതാ ഇങ്ങനെ എടുക്കുക. കുറച്ച് മയണൈസിൽ ഇതാ ഇങ്ങനെ മുക്കുക. നമ്മളെല്ലാം അത്ര ചങ്കായതുകൊണ്ട് നമുക്കിങ്ങനെ ഇതൊന്നുമില്ല. അതാ പൊളിയായിരിക്കും. പെരി കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന്. എൻ്റെ മോനെ ആ പൊളിച്ചു. ഇങ്ങനെ നമ്മൾ മുക്കുന്നു. ഈ സാധനം സൂപ്പ് സാധനം കേട്ടോ. ആ സ്മോക്കി എഫക്റ്റ് ഉണ്ടോ? പൊളി സത്യം. അപ്പം എങ്ങനെയുണ്ട് സാധനം? എപ്പോഴാ സാധനം എപ്പടി വായിച്ചേ? നല്ല ടേസ്റ്റ് ഉണ്ട്. മാതാവ് എങ്ങനെയുണ്ട്? അതെങ്ങനെ ഇവിടെ എത്തിയത്? ഇങ്ങനെ എടാ ഇത് തിന്നല്ലേ ആരും? ഇത് മാത്രം പിടിക്കണേ ഉള്ളൂ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ അടുത്ത സ്ട്രൈക്ക് ഡേയിലെ 8ാമത്തെ ദിവസമൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഇനി ഓരോ ദിവസമായിട്ട് വീഡിയോസൊക്കെ വരും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്. മസാല